വിവാദങ്ങൾക്ക് പിന്നാലെ നിലപാട് തിരുത്തിയ കെഎസ്ഇബി തിരുവമ്പാടിയിലെ റസാഖിന്റെ വീട്ടിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചു. ജീവനക്കാരെത്തിയത് തഹസിൽദാർ നടത്തിയ സമവായ ചർച്ചയ്ക്ക് പിന്നാലെ. സംഭവത്തിൽ കെഎസ്ഇബി ജീവനക്കാർക്കെതിരെ കേസെടുത്തു. അജ്മലിന്റെ മാതാവിന്റെ പരാതിയിൽ തിരുവമ്പാടി പോലീസാണ് കേസെടുത്തത്. ആക്രമിക്കില്ലെന്ന് ഉറപ്പു തന്നാൽ വൈദ്യുതി ലഭ്യമാക്കാമെന്ന് കെഎസ്ഇബി ചെയർമാൻ. നിലവിലുള്ള നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും നഷ്ടപരിഹാരം ഈടാക്കുമെന്നും കെഎസ്ഇബി. തിരുവമ്പാടി കെഎസ്ഇബി ഓഫീസ് ആക്രമിച്ചവരുടെ വീട്ടിലെ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ ഉപാധിയുമായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. നടപടി കെഎസ്ഇബി ഉദ്യോഗസ്ഥരുടെ സുരക്ഷ മുൻനിർത്തിയെന്ന് മന്ത്രി. ഉദ്യോഗസ്ഥരെ ആക്രമിക്കില്ലെന്ന് പോലീസോ വീട്ടുകാരോ ഉറപ്പു നൽകിയാൽ കണക്ഷൻ പുനഃസ്ഥാപിക്കുമെന്നും പ്രതികരണം. തഹസിൽദാർ തയ്യാറാക്കിയ സത്യവാങ്മൂലത്തിൽ ഒപ്പിടാൻ വിസമ്മതിച്ച് തിരുവമ്പാടിയിലെ റസാഖിന്റെ കുടുംബം. കെഎസ്ഇബി ഓഫീസ് മക്കൾ ആക്രമിച്ചതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന പരാമർശങ്ങൾ സത്യവാങ്മൂലത്തിൽ. തഹസിൽദാരുടെ സന്ദർശനം വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായി. കെഎസ്ഇബി തർക്കത്തിൽ താൻ നിരപരാധിയെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് അജ്മൽ. ഓഫീസ് തല്ലിത്തകർത്തത് ഉദ്യോഗസ്ഥർ തന്നെയെന്ന് ഓഡിയോ സന്ദേശം. വൈദ്യുതി വിച്ഛേദിക്കാനെത്തിയ ഉദ്യോഗസ്ഥർ കയ്യേറ്റം ചെയ്തെന്ന് പരാതി നൽകി അജ്മലിന്റെ അമ്മ. അജ്മലിന്റെ പിതാവ് സ്ഥിരം പ്രശ്നക്കാരനെന്ന കെഎസ്ഇബിയുടെ 2022 പരാതി ന്യൂസ് മലയാളത്തിന്. തിരുവമ്പാടിയിൽ കെഎസ്ഇബി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ റാന്തൽ മാർച്ച്. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ കയ്യാങ്കളി. റോഡ് ഉപരോധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. സിപിഎമ്മിൽ കോഴ ആരോപണം. PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴിക്കോട്ടെ യുവജന നേതാവ് 22 ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന് പാർട്ടിക്ക് പരാതി. പണമിടപാട് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഇടനിലയിൽ അംഗത്വം നൽകാമെന്ന ഉറപ്പില്ലെന്നും ആരോപണം. പരാതിയെക്കുറിച്ച് അറിയില്ലെന്ന് മുഹമ്മദ് റിയാസ്. തിരുവനന്തപുരം തുമ്പയിൽ ബോംബേറ്. നെഹ്റു ജംഗ്ഷന് സമീപത്തെ നാടൻ ബോംബേറിൽ 2 പേർക്ക് പരിക്ക്. ആക്രമണം നടത്തിയത് ബൈക്കിലെത്തിയ 2 അംഗ സംഘം. ഗുണ്ടാ സംഘങ്ങളുടെ കുടിപ്പകയെന്ന് സംശയം. മാന്നാർ കൊലപാതകത്തിൽ നിർണായകമായ വെളിപ്പെടുത്തലുമായി അയൽവാസി. സംഭവ ദിവസം കലയുടെ മൃതദേഹം വാഹനത്തിൽ കണ്ടെന്ന് അയൽവാസി സോമൻ. മൃതദേഹം മറവ് ചെയ്യാൻ പ്രതികൾ സമീപിച്ചതായും സോമന്റെ മൊഴി. സാധാരണ ഇട്ടേക്കുന്ന പോലെ താളിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിക്കകത്ത് കോട്ടുണ്ട്, പിന്നെ മമ്മട്ടിയുണ്ട്, പിന്നെ പിക്കാസ് ഉണ്ട്, പിന്നെ കയറുണ്ട്. ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. കോട്ടയം കാണക്കാരിയിൽ ഓട്ടോയും കാറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. കട്ടപ്പന സ്വദേശി ജയപ്രസാദാണ് മരിച്ചത്. അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. മറ്റൊരു വാഹനത്തിൽ ഇടിക്കാതിരിക്കാൻ ഓട്ടോ വെട്ടിച്ച് മാറ്റുന്നതിനിടയിലായിരുന്നു അപകടം. തീതുപ്പും ബൈക്കുമായി യുവാവിന്റെ അഭ്യാസ പ്രകടനം. സൈലൻസറിലടക്കം രൂപമാറ്റം വരുത്തി യുവാവിന്റെ അഭ്യാസം. തിരുവനന്തപുരം രജിസ്ട്രേഷനിലുള്ള വാഹനത്തിന്റെ ഉടമയ്ക്കായി അന്വേഷണം ഊർജിതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് സ്വാഗതം ചെയ്ത് WCC.
നിരാശാജനകമായ നിശബ്ദത ഭേദിക്കുന്ന ഉത്തരവിനെ പ്രതീക്ഷയോടെ കാണുന്നു. അതിജീവിതർക്ക് നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ WCC. നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടിൽ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ഡിവൈഎഫ്ഐ. കേന്ദ്ര സർക്കാരിന്റേത് കുറ്റകരമായ അലംഭാവമെന്ന് AA റഹീം MP. വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അനിശ്ചിതത്വത്തിലാക്കുന്ന നടപടിയിൽ കേന്ദ്രം മറുപടി പറയണമെന്നും റഹീം. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ ഡിവൈഎഫ്ഐ. ബിനോയ് വിശ്വത്തിന്റേത് പദവിക്ക് യോജിച്ച പ്രതികരണമാണോ എന്ന് പരിശോധിക്കണമെന്ന് AA റഹീം. SFIക്കെതിരായ പരാമർശങ്ങൾ വസ്തുതാവിരുദ്ധമെന്നും റഹീം. ഇടത് നേതാക്കൾക്ക് ധാർഷ്ട്യമെന്നത് മാധ്യമ സൃഷ്ടിയെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ. കേന്ദ്ര കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പ് വിലയിരുത്തലിൽ അങ്ങനൊരു വാക്കില്ല. ആളുകൾ വിനയാനിതരായി ജനങ്ങളെ സമീപിക്കണമെന്നാണ് പറയുന്നതെന്നും A വിജയരാഘവൻ. കോട്ടയത്തെ ആകാശപാത വിഷയത്തിൽ രാഷ്ട്രീയ പോര് ശക്തം. പരസ്പരം പോരടിച്ച് കോൺഗ്രസും CPM-ഉം. തിരുവഞ്ചൂരിന്റെ ഉപവാസ സമരം 2ാം ദിവസത്തിൽ. നിർമ്മാണം പുനരാരംഭിക്കണമെന്ന് കോൺഗ്രസ്. പൊളിച്ചു നീക്കണമെന്ന് CPM. സംസ്ഥാനത്ത് പച്ചക്കറി വിലയിൽ നേരിയ ആശ്വാസം. തക്കാളിയുടെയും പയറിന്റെയും വില പകുതിയായി കുറഞ്ഞു. ഇനിയും കുറയാൻ സാധ്യതയെന്ന് വ്യാപാരികൾ. കൊച്ചി കുസാറ്റിൽ വിദ്യാർത്ഥിക്ക് H1N1 പനി സ്ഥിരീകരിച്ചു. രോഗബാധ ഉണ്ടായത് ഫിസിക്സ് വിഭാഗത്തിലെ വിദ്യാർത്ഥിക്ക്. രോഗബാധ സ്ഥിരീകരിച്ച് യൂത്ത് വെൽഫെയർ ബോർഡ് ഡയറക്ടർ സർക്കുലർ പുറത്തിറക്കി. രോഗവിവരം ആരോഗ്യവകുപ്പിനെ അറിയിക്കാതെ സർവകലാശാല അധികൃതർ. എറണാകുളം ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. കഴിഞ്ഞ 7 ദിവസത്തിനുള്ളിൽ ചികിത്സ തേടിയത് 5400-ലേറെ പേർ. ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തവും വ്യാപകം. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള 14-കാരന്റെ ആരോഗ്യനില തൃപ്തികരം. കുട്ടി വെന്റിലേറ്ററിലാണെങ്കിലും മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആശുപത്രി അധികൃതർ. പോക്സോ കേസിൽ അറസ്റ്റിലായ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കോച്ച് മനുവിനെതിരെ സ്വമേധയാ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ. വിശദീകരണം ആവശ്യപ്പെട്ട് KCAക്ക് നോട്ടീസ് അയച്ചു. വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്നും കമ്മീഷൻ. പരിശീലനത്തിനിടെ പെൺകുട്ടികളെ പീഡിപ്പിച്ചുവെന്നും നഗ്ന ദൃശ്യങ്ങളെടുത്ത് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പരാതി. മലപ്പുറം കൊണ്ടോട്ടിയിൽ ബസ്സിന് മുന്നിൽ വടിവാൾ വീശിയ ആൾ പിടിയിൽ. ഓട്ടോറിക്ഷ ഡ്രൈവറായ വലിയപറമ്പ് സ്വദേശി ഷംസുദ്ദീനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സൈഡ് കൊടുക്കാത്തതിനെ തുടർന്ന് സ്വകാര്യ ബസ് ഹോൺ മുഴക്കിയപ്പോഴാണ് ഇയാൾ വടിവാൾ വീശിയത്. വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. മഴ കനത്തതോടെ കേരളം പകർച്ചവ്യാധികളുടെ പിടിയിലെന്ന് കണക്കുകൾ. ജൂലൈ മാസം ആദ്യവാരത്തിൽ മാത്രം കേരളത്തിൽ പനി പിടിച്ച് ചികിത്സ തേടിയത് 66,880 പേരാണ്. ശനിയാഴ്ച മാത്രം പനി ബാധിച്ച് ചികിത്സ തേടിയത് 11,050 പേർ.
ഗുജറാത്തിലെ സൂറത്തിൽ 6 നില കെട്ടിടം തകർന്ന് 7 മരണം. നിരവധി പേർക്ക് പരിക്ക്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി രക്ഷാപ്രവർത്തനം ഊർജിതം. പോലീസും ഫയർഫോഴ്സും സംയുക്തമായാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. സിംബാബ്വെക്കെതിരായ രണ്ടാം 2020-ൽ ഇന്ത്യക്ക് 100 റൺസിന്റെ തകർപ്പൻ ജയം. 234 റൺസ് പിന്തുടർന്ന സിംബാബ്വെ 134-ന് ഓൾ ഔട്ട്. അഭിഷേക് ശർമ്മയ്ക്ക് സെഞ്ചുറി. മുകേഷിനും ആവേശിനും രവി ബിഷ്ണോയ്ക്കും 2 വിക്കറ്റ്. പരമ്പരയിൽ ഒപ്പമെത്തി ഇന്ത്യ. റസ്ലിംഗിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ഇതിഹാസ താരം ജോൺ സീന. അടുത്ത വർഷം അവസാനത്തോടെ WWE മത്സരങ്ങൾ അവസാനിപ്പിക്കുമെന്ന് താരം. റസ്ലിംഗ് അവസാനിപ്പിക്കുന്നത് 16 തവണ ലോക ചാമ്പ്യനായ താരം. കോപ്പ അമേരിക്കയിൽ നിന്ന് ബ്രസീൽ പുറത്ത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ യുറുഗ്വായുടെ ജയം 4-2-ന്. സെമി ഫൈനലിൽ യുറുഗ്വ കൊളംബിയയെ നേരിടും. യൂറോ കപ്പിൽ സെമി ലൈനപ്പായി ഇംഗ്ലണ്ട് നെതർലാൻഡ്സിനെ നേരിടും. ഫ്രാൻസിന് സ്പെയിനാണ് എതിരാളികൾ. ഫൈനൽ പോരാട്ടം ഞായറാഴ്ച. യൂറോ ക്വാർട്ടറിൽ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇംഗ്ലണ്ട് താരം ബുക്കായോ സാക്കയെ അഭിനന്ദിച്ച് ഇംഗ്ലണ്ടിന്റെ ജാദൻ സാൻചോ. സാക്ക ഇംഗ്ലണ്ടിനെ ജയിപ്പിച്ചത് ഞങ്ങൾക്ക് കൂടി വേണ്ടിയെന്ന് വൈകാരികമായ കുറിപ്പ്. കഴിഞ്ഞ യൂറോയിൽ പെനാൽറ്റി പാഴാക്കിയതിന് പിന്നാലെയുണ്ടായ വംശീയ വിദ്വേഷം ഓർമ്മിപ്പിച്ച് സാൻചോ. വിംബിൾട്ടൺ ടെന്നീസിൽ നൊവാക് ജോക്കോവിച്ച് പ്രീ ക്വാർട്ടറിൽ. 3-ാം റൗണ്ടിൽ ഓസ്ട്രേലിയൻ താരം പോപ്പിറിനെ തകർത്ത് മുന്നേറ്റം. നാളെ പ്രീ ക്വാർട്ടറിൽ ഹോൾഗർ റൂണിനെ നേരിടും. ഇന്ത്യൻ മുൻ നായകൻ മഹേന്ദ്ര സിംഗ് ധോണിക്ക് ഇന്ന് 43-ാം പിറന്നാൾ. ധോണിക്കൊപ്പം കേക്ക് മുറിച്ച് ബോളിവുഡ് താരം സൽമാൻ ഖാൻ. കൂറ്റൻ കട്ടൌട്ടുകളുമായി ആരാധകരുടെ ആഘോഷം. ഏഷ്യാ കപ്പിനുള്ള ഇന്ത്യൻ വനിതാ ടീമിനെ പ്രഖ്യാപിച്ചു. ഹർമൻപ്രീത് കൗർ ക്യാപ്റ്റനായ ടീമിൽ 2 മലയാളി താരങ്ങൾ. ആശാ ശോഭനയും സജന സജീവനും ടീമിൽ. ഏഷ്യാ കപ്പിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം ജൂലൈ 19-ന് പാകിസ്ഥാനെതിരെ. വനിതാ 2020-ൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യക്ക് 178 റൺസ് വിജയലക്ഷ്യം. ദക്ഷിണാഫ്രിക്ക 20 ഓവറിൽ 6 വിക്കറ്റിന് 177. ദീപ്തിക്കും പൂജയ്ക്കും 2 വിക്കറ്റ്. പരമ്പരയിൽ ഒപ്പമെത്താൻ ഇന്ത്യക്ക് ജയം അനിവാര്യം. ഫോർമുല 1 ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിയിൽ മത്സരം പുരോഗമിക്കുന്നു. ആദ്യ 3 സ്ഥാനത്ത് മത്സരം തുടങ്ങിയ ബ്രിട്ടീഷ് താരങ്ങൾ തിരിച്ചുവരാൻ വെർസ്റ്റാപ്പൻ. ജമ്മു കാശ്മീരിലെ കുൽഗാമിൽ 2 സൈനികർക്ക് വീരമൃത്യു. ഏറ്റുമുട്ടലിൽ 4 ഭീകരരെ സൈന്യം വധിച്ചു. പ്രദേശത്ത് 4 ഭീകരർ ഒളിച്ചിരിക്കുന്നെന്ന് സൂചന. തിരച്ചിൽ ഊർജിതം. സംസ്ഥാനത്ത് ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾ പിടിമുറുക്കുന്നു. ഒരാഴ്ചക്കിടെ തട്ടിപ്പ് സംഘങ്ങളുടെ വലയിൽപ്പെട്ട മലയാളികൾക്ക് നഷ്ടമായത് 5.41 കോടി രൂപ. ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത് തിരുവനന്തപുരം സിറ്റി, തൃശൂർ സിറ്റി പോലീസ് മേഖലകൾക്ക് കീഴിലാണ്. ഫേസ്ബുക്ക്, വാട്സപ്പ്, ടെലഗ്രാം, യൂട്യൂബ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഓൺലൈൻ ട്രേഡിംഗ്, ഗെയിമിംഗ്, പാർട്ട് ടൈം ജോലി, വിദേശ നിക്ഷേപം തുടങ്ങിയവയുടെ പരസ്യം നൽകിയാണ് തട്ടിപ്പ്.
സംസ്ഥാനത്ത് ഇന്ന് കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യത. തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. ബീച്ച് യാത്രകളും കടലിലെ കുളിയും ഒഴിവാക്കാൻ നിർദ്ദേശം. മലപ്പുറം എടക്കരയിൽ ഭിന്നശേഷിക്കാരനായ യുവാവിന് ക്രൂരമർദ്ദനം. എടക്കര സ്വദേശി ജിബിനാണ് മർദ്ദനമേറ്റത്. ഒരു സംഘം ആളുകൾ മർദ്ദിച്ചത് ലഹരി ഉപയോഗിച്ചെന്ന് ആരോപിച്ച്. ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് ചെയ്യാൻ ഒരു വീട്ടിൽ കയറിയതിന്റെ പേരിലാണ് മകനെ മർദ്ദിച്ചതെന്ന് പിതാവിന്റെ പരാതി. പത്തനംതിട്ടയിൽ യുവാവിന് നേരെ സംഘം ചേർന്ന് മർദ്ദനം. മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിന് കാരണം. കൊല്ലം ശാസ്താംകോട്ട സ്വദേശി മുനീറിന് നേരെയാണ് ആക്രമണമുണ്ടായത്. പത്തനംതിട്ട വാര്യാപുരത്തെ സ്വകാര്യ സ്കൂളിന് സമീപത്ത് വെച്ച് 11-അംഗ സംഘം യുവാവിനെ മർദ്ദിക്കുകയായിരുന്നു. സംഭവത്തിൽ യുവാവ് പത്തനംതിട്ട പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കോട്ടയം നീണ്ടൂരിൽ വാഷിംഗ് മെഷീനിൽ നിന്നും തീ പടർന്നു. കൈപ്പുഴ സ്വദേശി തങ്കച്ചന്റെ വീട്ടിലാണ് അപകടമുണ്ടായത്. അടുക്കള പൂർണ്ണമായും കത്തിനശിച്ചു. വീട്ടുകാർ പള്ളിയിൽ പോയതിനാൽ വലിയ അപകടം ഒഴിവായി. കണ്ണൂർ പയ്യന്നൂരിൽ മോഷണ ശ്രമത്തിനിടെ പ്രതി പിടിയിലായത് കാസർഗോഡ് അത്തിക്കടവ് ബളാൽ സ്വദേശി സി ഹരീഷ് കുമാർ. ഇന്ന് പുലർച്ചെ പയ്യന്നൂർ ടൗൺ ജുമാ മസ്ജിദ് പള്ളിയിലെ നേർച്ചപ്പെട്ടി പൊളിക്കുന്നതിനിടെയാണ് പ്രതിയെ പിടികൂടിയത്. പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ് ഇയാൾ. മോഷണക്കേസിൽ തടവ് ശിക്ഷ കഴിഞ്ഞ് 1 മാസത്തിനുള്ളിലാണ് ഇയാൾക്കെതിരെ പുതിയ കേസ്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്കുള്ള കോഴിക്കോട് കോർപ്പറേഷനിലെ വോട്ടർ പട്ടിക അട്ടിമറിക്കാൻ ബോധപൂർവം നീക്കം നടക്കുന്നു എന്ന് UDF. വോട്ടർ പട്ടിക പുതുക്കാൻ നിയോഗിച്ച ഉദ്യോഗസ്ഥർ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള NGO യൂണിയൻ പ്രവർത്തകരാണെന്നാണ് UDF കൗൺസിലർമാരുടെ ആരോപണം അടിസ്ഥാനരഹിതമെന്നാണ് LDFന്റെ പ്രതികരണം. കോഴിക്കോട് കോർപ്പറേഷൻ അനധികൃത കെട്ടിട നമ്പർ വിവാദത്തെ തുടർന്ന് നടപടി നേരിട്ട 2 ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കാൻ ട്രൈബ്യൂണലിന്റെ ഉത്തരവ്. 2 വർഷമായി സസ്പെൻഷനിലായിരുന്ന ഉദ്യോഗസ്ഥർക്ക് ശമ്പള കുടിശ്ശിക പൂർണ്ണമായും നൽകണമെന്നും ഉത്തരവിൽ. വിജിലൻസ് കേസിൽ അന്വേഷണം നേരിടുന്നവരെ തിരിച്ചെടുക്കുന്നത് കുറ്റകൃത്യത്തെ ന്യായീകരിക്കുന്നതിന് തുല്യമെന്ന് പ്രതിപക്ഷ അംഗങ്ങളുടെ ആരോപണം. എറണാകുളം പച്ചാളത്ത് റെയിൽവേ ട്രാക്കിൽ മരം വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ഇലക്ട്രിക് ലൈനും തകരാറിലായി. മരം വെട്ടിമാറ്റുന്നതിനിടെ പോലീസുകാരന് പരിക്ക്. തൃശൂരിൽ 1.5 വയസ്സുകാരിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് നെല്ലിക്കുന്ന് സ്വദേശികളായ സുരേഷ് ജിഷ ദമ്പതികളുടെ മകൾ അമേയ. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ്. തൃശൂരിൽ കടലിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. തൃശൂർ തളിക്കുളം അറപ്പക്കടുത്ത് കടലിൽ കുളിക്കുന്നതിനിടെ കാണാതായ യുവാവിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. നീലഗിരി സ്വദേശി അമൻകുമാറാണ് മരിച്ചത്. കുണ്ടറ ആലീസ് വർഗീസ് വധക്കേസിൽ പ്രതിയെന്ന് സംശയിക്കപ്പെട്ട ഗിരീഷ് ജയിലിൽ കഴിയവേ നേരിട്ടത് നിരവധി ശാരീരിക പീഡനങ്ങൾ. കസ്റ്റഡിയിലിരിക്കെ പോലീസിന്റെ ക്രൂരമർദ്ദനത്തിൽ കാലുകളും നടുവും ഒടിച്ചു. 10 വർഷത്തിനു ശേഷം ഹൈക്കോടതി നിരപരാധിയെന്ന് കണ്ടെത്തിയതോടെയാണ് കഴിഞ്ഞ ദിവസം ഗിരീഷ് ജയിൽ മോചിതനായത്.
ഗിരീഷിനെ കുറ്റവിമുക്തനാക്കിയ അതേസമയം കേസിൽ അപ്പീൽ നൽകാനാണ് സർക്കാരിന്റെ നീക്കം. കാട്ടാന ശല്യത്താൽ പൊറുതിമുട്ടി തൃശൂർ മാടക്കത്തറ പഞ്ചായത്ത് നിവാസികൾ. കഴിഞ്ഞ 6 മാസത്തിനിടെ കാട്ടാനയുടെ ആക്രമണത്തിലുണ്ടായത് ലക്ഷങ്ങളുടെ കൃഷിനാശമാണ്. വന്യമൃഗശല്യത്തിൽ വനം വകുപ്പും സർക്കാരും നടപടിയെടുക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ. വനം വകുപ്പ് മേധാവിയെ മാറ്റാൻ തീരുമാനമില്ലെന്ന് വനം പരിസ്ഥിതി മന്ത്രി AK ശശീന്ദ്രൻ. ഇത്തരം വാർത്തകൾ തെറ്റാണ്, വകുപ്പിനെതിരെ ദുഷ്പ്രചാരണം നടക്കുന്നുവെന്നും മന്ത്രി. കൂടോത്രം നടത്തുന്നവർ ഇപ്പോഴും ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കേണ്ടവരാണോ എന്നും പുരോഗമന കാലത്ത് ഇത്തരം ചിന്താഗതികൾ പിന്നോട്ടു പോകണമെന്നും ശശീന്ദ്രൻ. മലപ്പുറം തിരൂരങ്ങാടി കൊടിഞ്ഞിയിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ 3 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. മദ്രസ വിട്ട് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥികളെ കാറിടിക്കുകയായിരുന്നു. തിരൂരങ്ങാടി സ്വദേശി കള്ളിയൻ റഫീഖിന്റെ മക്കളായ ഫാത്തിമ, റഫ്ന, കോടിയാടൻ സൈനുദ്ദീന്റെ മകൾ മിൻഹ ജാഫിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. റോഡരികിലൂടെ നടന്നു പോകുകയായിരുന്നു വിദ്യാർത്ഥികൾ. 3 കുട്ടികളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം. ലക്ഷങ്ങൾ ചിലവഴിച്ച് സ്ഥാപിച്ച വഴിവിളക്കുകൾ കത്താതായതോടെ ഇരുട്ടിലായി IT നഗരത്തിലെ റോഡുകൾ. വഴിവിളക്കുകൾ പ്രകാശിക്കാതായതോടെ രാത്രിയിൽ റോഡിൽ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റിൽ നിന്നുള്ള വെളിച്ചം മാത്രമാണ് ആശ്രയം. സീപോർട്ട് റോഡിലെ കളക്ട്രേറ്റ് ജംഗ്ഷൻ, കാക്കനാട് ഇൻഫോ പാർക്ക് റോഡ്, ഇടച്ചിറ, ഇൻഫോ പാർക്ക്, ബ്രഹ്മപുരം പാലം തുടങ്ങിയ ഭാഗങ്ങളെല്ലാം ഇരുട്ടിലാണ്. അധികൃതർക്ക് പരാതി നൽകിയിട്ടും പരിഹാരമാർഗം വൈകുന്നതിൽ ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം ശക്തം. ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഇനി KSRTCയും. വയനാട് ജില്ലയിലെ KSRTC ഡ്രൈവിംഗ് സ്കൂൾ മാനന്തവാടിയിൽ ആരംഭിക്കും. ഡിപ്പോയിൽ ഡ്രൈവിംഗ് സ്കൂളിനായി പ്രത്യേക ഓഫീസും ഉണ്ടായിരിക്കും. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനമെമ്പാടും നടപ്പിലാക്കുന്ന ഡ്രൈവിംഗ് പരിശീലന പരിപാടിയുടെ ഭാഗമായാണ് പരിശീലനം. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് യുവ എഴുത്തുകാർക്കായി സംഘടിപ്പിച്ച സാഹിത്യ ക്യാമ്പുകളിലെ അംഗങ്ങളുടെ കഥകളും കവിതകളും അടങ്ങുന്ന രചനാ സമാഹാരമായ യുവാക്ഷരി പ്രകാശനം ചെയ്തു. സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദുവാണ് പ്രകാശനം ചെയ്തത്. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് അംഗം ഷെനിൻ മന്ദലാട് അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് കൊയിലാണ്ടി മൂടാടിയിൽ കാറുകളും ലോറിയും കൂട്ടിയിടിച്ച് അപകടം. വടകരയിലേക്ക് പോവുകയായിരുന്ന സ്വിഫ്റ്റ് കാർ കോഴിക്കോട് ഭാഗത്തേക്ക് വരികയായിരുന്ന മറ്റൊരു കാറിനെ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ ബ്രേക്കിട്ടതോടെ പിറകിൽ വന്ന ലോറിയും കാറിലിടിച്ചു. 2 കാറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപകടത്തിൽ യാത്രക്കാർക്ക് കാര്യമായ പരിക്കില്ല. പോലീസ് എത്തി ദേശീയപാതയിലെ തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിച്ചു. ആറ്റിങ്ങലിൽ മേൽക്കൂരയുടെ ഭാഗം ഇളകി വീണ് ബസ് കാത്തുനിന്ന വിദ്യാർത്ഥിനിക്ക് ഗുരുതരമായ പരിക്ക്. ഗവൺമെന്റ് ടൗൺ UPSന് സമീപത്തെ ബസ് സ്റ്റോപ്പിൽ ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ ബസ് കാത്തുനിന്ന വിദ്യാർത്ഥിനിയുടെ ദേഹത്തേക്കാണ് മേൽക്കൂരയുടെ ഒരു ഭാഗം ഇളകി വീണത്. ബസ് സ്റ്റോപ്പിന് സമീപത്തെ 3 നില കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ ഭാഗമാണ് ഇളകി വീണത്. അപകടത്തിൽ വിദ്യാർത്ഥിനിയുടെ തോളലിന് ഗുരുതരമായ പരിക്കേറ്റു. ബാലരാമപുരത്ത് വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷണം പോയ സംഭവത്തിൽ പ്രതികളുടെ CCTV ദൃശ്യം പുറത്ത്. ബാലരാമപുരം അമ്മൻകോവിൽ ഇടവഴിയിൽ ഉണ്ണിയുടെ ഉടമസ്ഥതയിലുള്ള ബൈക്കാണ് മോഷ്ടാക്കൾ കൊണ്ടുപോയത്.
പുലർച്ചെ 1 മണിയോടെയാണ് 4 അംഗ സംഘം പൂട്ട് തകർത്ത് ബൈക്ക് മോഷ്ടിച്ചത്. ബൈക്കിന് സമീപത്തുണ്ടായിരുന്ന മറ്റൊരു ബൈക്ക് മോഷ്ടിക്കുന്നതിനായി ഹാൻഡിൽ തകർക്കാൻ ശ്രമിച്ചെങ്കിലും അത് കഴിയാത്തതിനെ തുടർന്ന് ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. മോഷണത്തിനെത്തിയ 4 പേരും യുവാക്കളാണ്. വർഷമായി തകർന്നു കിടക്കുന്ന പാടം കലഞ്ഞൂർ ഇളമണ്ണൂർ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ്. റോഡ് നിർമ്മാണത്തിന് മുൻകൈ എടുക്കാത്ത അധികൃതർക്കെതിരെ പ്രതിഷേധിച്ച് കലഞ്ഞൂർ മാങ്കോട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്ത പ്രതിഷേധ കാൽനട ജാഥയും സംഘടിപ്പിച്ചു. കേണിച്ചിറ എടക്കാട് കൂട്ടിലകപ്പെട്ട തോൽപ്പെട്ടി 17 കടുവയെ തിരുവനന്തപുരം സുവോളജിക്കൽ പാർക്കിലെത്തിച്ചു. കേണിച്ചിറ എടക്കാട് ജനവാസ മേഖലകളിൽ ഇറങ്ങി കന്നുകാലികളെ കൊന്നും വീട്ടുപരിസരങ്ങളിലെത്തിയും ഭീതി പടർത്തിയ കടുവ കഴിഞ്ഞ മാസം 23-ന് രാത്രിയാണ് വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലായത്. തുടർന്ന് 24-ന് പുലർച്ചെയോടെയാണ് കടുവയെ ഇരുളം ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തിച്ചത്. 13 ദിവസത്തോളമായി ഇരുളത്ത് ചികിത്സയിലായിരുന്നു കടുവ. വെള്ളിയാഴ്ചയാണ് ലൈഫ് വാർഡൻ തിരുവനന്തപുരത്തേക്ക് മാറ്റാനുള്ള ഉത്തരവിട്ടത്. കടമ്പ്രയർ ചിത്രപ്പുഴ പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മരിച്ച തൃശൂർ സ്വദേശി മിഥുൻ ഇൻഫോ പാർക്ക് ജീവനക്കാരനാണ്. 3 സുഹൃത്തുക്കളുമൊത്ത് ഇന്നലെ രാത്രിയിൽ പുഴയിൽ മിഥുൻ കുളിക്കാനിറങ്ങിയതായിരുന്നു. ശക്തമായ അടിയൊഴുക്കും വെളിച്ചക്കുറവും മൂലം രാത്രി നടത്തിയ തിരച്ചിലിൽ മൃതദേഹം കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്ന് പുലർച്ചെ വീണ്ടും തിരച്ചിൽ ആരംഭിക്കുകയായിരുന്നു. മൃതശരീരം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കണ്ണൂർ ചെറുപുഴ പ്രാപ്പോയിലിൽ ദമ്പതികളെ വാടക വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് എയൻകല്ലിലെ സനോജ്, ഭാര്യ സനിത എന്നിവർ. കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ പോയ മക്കളിൽ ഒരാൾ വൈകിട്ട് 3:30 തിരിച്ചു വന്നപ്പോഴാണ് തൂങ്ങിയ നിലയിൽ കണ്ടത്. ഒരു സാരിയുടെ 2 അറ്റങ്ങളിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. ബാവലിയിൽ എക്സൈസ് നടത്തിയ പരിശോധനയ്ക്കിടെ 510 ഗ്രാം കഞ്ചാവുമായി യുവാവ് പിടിയിൽ. പിടിയിലായത് പനമരം സ്വദേശി മുഹമ്മദ് ഷാഫി. പിടിച്ചെടുത്തത് കർണാടകയിലെ ബൈരക്കുപ്പയിൽ നിന്നും കൊണ്ടുവന്ന കഞ്ചാവ്. പ്രതിയുടെ പോക്കറ്റിലും ഡാഷ് ബോക്സിലുമായി ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ് കണ്ടെത്തിയത്. കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച കാറും എക്സൈസിന്റെ കസ്റ്റഡിയിൽ. BSP തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ ആംസ്ട്രോങ്ങിന്റെ കൊലപാതകത്തിൽ സ്റ്റാലിൻ സർക്കാരിനെതിരെ മായാവതി. അന്വേഷണത്തിൽ സർക്കാരിൽ വിശ്വാസമില്ല. CBIക്ക് കേസ് കൈമാറണമെന്നും BSP അധ്യക്ഷ. വെള്ളിയാഴ്ച വൈകിട്ട് ചെന്നൈയിലെ വീടിന് സമീപം പ്രവർത്തകർക്കൊപ്പം നിൽക്കുമ്പോഴാണ് ബൈക്കിലെത്തിയ 6 അംഗ സംഘം ആംസ്ട്രോങ്ങിനെ വെട്ടിക്കൊന്നത്. ആളുകളുള്ള സമയത്ത് നടന്ന കൊലപാതകം സംസ്ഥാനത്തെ ക്രമസമാധാനം തകരാറിലാണെന്ന് തെളിയിക്കുന്നതാണ് എന്നാണ് BSPയുടെ ആരോപണം. കാപ്പ കേസ് പ്രതിയുടെ CPIM പ്രവേശനത്തിൽ പ്രതികരിച്ച് BJP പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് VA സൂരജ്. പാർട്ടിയുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവും ശരണിനില്ല. ഇയാൾ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് നടത്തിയിരുന്നത്. ഇതറിഞ്ഞപ്പോൾ തന്നെ ശരൺ ചന്ദ്രനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി. കാപ്പ കേസ് ഒഴിവാക്കാമെന്ന് ശരണിനെ CPM നേതൃത്വം അറിയിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ക്രിമിനലുകൾക്ക് ഒരുങ്ങാനുള്ള താവളമാണ് CPM ഒരുക്കുന്നതെന്നും VA സൂരജ്. വിവാഹം മുടക്കിയെന്നാരോപിച്ച് മധ്യവയസ്കനെ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ മലപ്പുറം കോട്ടക്കലിൽ പിതാവും മകനും ബന്ധുവും അറസ്റ്റിൽ.
ഒതുക്കുങ്ങൽ ചെറുകുന്ന സ്വദേശിയാണ് മർദ്ദനത്തിനിരയായത്. വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി മണിക്കൂറുകളോളം വിചാരണ നടത്തിയാണ് മർദ്ദനം. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. വയനാട് അമ്പുകുത്തിയെയും കോട്ടൂരിനെയും ബന്ധിപ്പിക്കുന്ന റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ വ്യാജ പ്രചാരണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ പകപോക്കലാണെന്ന് അമ്പലവയൽ പഞ്ചായത്ത് പ്രസിഡന്റ് CK ഹഫ്സത്ത്. റോഡ് തോമാട്ടുചാലിലേക്കായാലും കോട്ടൂരിലേക്കായാലും തന്റെ വാർഡിലൂടെയാണ് കടന്നു പോവുകയെന്നും പ്രസിഡന്റ്. റോഡിനെതിരെ ആക്ഷൻ കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിച്ചതോടെ റോഡ് നിർമ്മാണം നീളുകയാണ്. മലപ്പുറം തിരൂർ പടിഞ്ഞാറേക്കരയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബൈക്കിടിച്ച് മത്സ്യത്തൊഴിലാളി മരിച്ചു. താനൂർ കോർമൻ കടപ്പുറം പൗറകത്ത് ഇറമുവാണ് മരിച്ചത്. റോഡ് മുറിച്ചു കടക്കവേ അമിത വേഗതയിലെത്തിയ ബൈക്ക് എമറുവിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഇയാളെ തിരൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടെ യുവതിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതി അറസ്റ്റിൽ. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി മുഹമ്മദ് ഫൈസലിനെയാണ് കോട്ടയം റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രി 1:40 കൊച്ചുവേളി രാജ്യറാണി എക്സ്പ്രസിലായിരുന്നു സംഭവം. മലപ്പുറത്ത് നിന്നും കൊച്ചുവേളിക്ക് യാത്ര ചെയ്യുകയായിരുന്ന പ്രതി ട്രെയിനിനുള്ളിൽ വെച്ച് യാത്രക്കാരിയോട് അപമര്യാദയായി പെരുമാറുകയായിരുന്നു. മുംബൈയിൽ മകന്റെ BMW ബൈക്കിലിടിച്ച സംഭവത്തിൽ ശിവസേന നേതാവ് രാജേഷ് ഷാ കസ്റ്റഡിയിൽ. രാജേഷ് ഷായുടെ മകൻ മിഹിർ ഷാ ഓടിച്ച വാഹനമാണ് ദമ്പതികൾ സഞ്ചരിച്ച ബൈക്കിലിടിച്ചത്. സംഭവത്തിൽ സ്ത്രീ മരിക്കുകയും ഭർത്താവിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ 24-കാരനായ മിഹിർ ഷാ ഒളിവിൽ. പാക്ക് ചെയ്ത ഭക്ഷ്യവസ്തുക്കളുടെ ലേബലിംഗ് നിയമങ്ങൾക്ക് മാറ്റം വരുത്തി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. പോഷക വിവരങ്ങൾ പാക്കറ്റുകളിൽ വലിയ അക്ഷരത്തിൽ രേഖപ്പെടുത്തണം. ആരോഗ്യപാനീയം തുടങ്ങിയ അവകാശവാദങ്ങളും ഇനി ലേബലുകളിൽ അനുവദിക്കില്ല. SFIക്കെതിരെയുള്ള പരാമർശത്തിൽ CPI സംസ്ഥാന സെക്രട്ടറിക്ക് DYFIയുടെ മുന്നറിയിപ്പ്. ശക്തമായ മറുപടി പറയാൻ DYFIക്ക് അറിയാമെന്ന് അഖിലേന്ത്യാ പ്രസിഡന്റ് AA റഹീം പറഞ്ഞു. കൂടോത്ര പാർട്ടിയായി മാറിയ കോൺഗ്രസ് നവോത്ഥാന നായകന്മാരുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പുകയാണെന്നും റഹീം. ആലപ്പുഴ ചേർത്തലയിൽ ദളിത് യുവതിയെ പട്ടാപ്പകൽ നടുറോഡിലിട്ട് മർദ്ദിച്ചു. തൈക്കാട്ടുശ്ശേരി സ്വദേശി നിലാവിനാണ് മർദ്ദനമേറ്റത്. പരിക്കേറ്റ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലാവിന്റെ സഹോദരങ്ങളെ മർദ്ദിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്നായിരുന്നു മർദ്ദനം. പ്രദേശവാസിയായ ഷൈജു, സഹോദരൻ എന്നിവർ ചേർന്നാണ് മർദ്ദിച്ചതെന്നാണ് പരാതി. പൂച്ചാക്കൽ പോലീസിൽ പരാതിയുമായി എത്തിയപ്പോൾ പോലീസ് അന്വേഷിക്കാൻ തയ്യാറായില്ലെന്നും യുവതിയുടെ ആരോപണം. ട്രോളിംഗ് നിരോധന സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രഖ്യാപിച്ച സൗജന്യ റേഷൻ ലഭിക്കുന്നില്ലെന്ന ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെ നടപടിക്കൊരുങ്ങി ഭക്ഷ്യവകുപ്പ്. അർഹരുടെ പട്ടിക സിവിൽ സപ്ലൈസിന് ഫിഷറീസ് വകുപ്പ് കൈമാറിയിരുന്നു. എന്നാൽ പട്ടിക കൈമാറുന്നതിൽ ഫിഷറീസ് വകുപ്പിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞു. വളർത്തുനായയ്ക്ക് വേണ്ടി 2.5 ലക്ഷം രൂപയുടെ സ്വർണ്ണ ചെയിൻ വാങ്ങിയ യുവതി. മുംബൈ സ്വദേശി സരിത സൽദാൻഹയാണ്
തന്റെ വളർത്തുനായയായ ടൈഗറിന് പിറന്നാൾ സമ്മാനമായി സ്വർണമാല നൽകിയത്. വൈറലായി അനിൽ ജ്വല്ലറി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച സ്വർണമാല വാങ്ങി അണിയിക്കുന്ന വീഡിയോ. ഒഡീഷയിൽ ജഗന്നാഥപുരി രഥയാത്ര ആരംഭിച്ചു. ചടങ്ങിൽ പങ്കെടുത്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും. രഥയാത്ര കാണാൻ എത്തി ലക്ഷക്കണക്കിന് ഭക്തർ. 2 ദിവസമാണ് പരിപാടി നടക്കുന്നത്. കനത്ത മഴയിൽ ദുരിതമൊഴിയാതെ ആസാം. പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 64ആയി. കസിരംഗ ദേശീയോദ്യാനത്തിലെ 114 വന്യമൃഗങ്ങൾ ചത്തു. ബീഹാറിലും പ്രളയക്കെടുതി രൂക്ഷം. ഗണ്ഡക് നദി കരകവിഞ്ഞതോടെ 150 തൊഴിലാളികൾ ബഹയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഉത്തരാഖണ്ഡിൽ ഭീതി വിതച്ച് അതിശക്തമായ മഴ തുടരുന്നു. സംസ്ഥാനത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ജില്ലാ അധികാരികളോട് ജാഗ്രത പാലിക്കാൻ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നിർദ്ദേശിച്ചു. ജനങ്ങളോട് സുരക്ഷിതമായ സ്ഥലങ്ങളിൽ തുടരാനും അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും മുഖ്യമന്ത്രി. ഗംഗ, അളകനന്ദ തുടങ്ങി പ്രധാന നദികളിലെ മണ്ണിടിച്ചിലും ശക്തമായ വെള്ളപ്പാച്ചിലും കാരണം 100-ലധികം റോഡുകൾ അടച്ചു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ജൂൺ 25 മുതൽ ആദി കൈലാഷ് യാത്ര താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു. ആഗ്രയിൽ 4 കുട്ടികൾ കുളത്തിൽ മുങ്ങി മരിച്ചു. ആഗ്രയിലെ ഖണ്ടൌലി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ യമുന എക്സ്പ്രസ് വേക്ക് സമീപം രാവിലെ 10:30ഓടെയായിരുന്നു സംഭവം. കുട്ടികളിൽ 3 പേരെ മരിച്ച നിലയിലും ഒരാളെ ഗുരുതരമായി പരിക്കേറ്റ നിലയിലുമാണ് പോലീസ് കണ്ടെത്തിയത്. പരിക്കേറ്റ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുട്ടികളുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. രാജ്യത്ത് കുട്ടികളിലും കൗമാരക്കാരിലും വൃക്ക തകരാർ കൂടുതലെന്ന് കണ്ടെത്തൽ. 1,49,000 കുട്ടികളും കൗമാരക്കാരും വൃക്ക സംബന്ധമായ രോഗങ്ങൾ നേരിടുന്നുവെന്ന് പഠനം. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസ്, ദ ജോർജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് എന്നിവിടങ്ങളിലെ ഗവേഷകർ നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തൽ. ഇന്ത്യയിൽ ഇത് ആഗോള ശരാശരിയേക്കാൾ പല മടങ്ങ് കൂടുതലാണെന്നും സ്പ്രിംഗർ നേച്ചർ ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ. ഗൂഗിൾ മാപ്പിന് പകരം സ്വന്തം മാപ്പ് അവതരിപ്പിച്ച് ഓല. സ്വന്തമായി വികസിപ്പിച്ച ഓല മാപ്പിലേക്ക് പൂർണ്ണമായും മാറുന്നതായി അറിയിച്ച സിഇഒ ഭവിഷ് അഗർവാൾ. സേവനം ഉപയോഗപ്പെടുത്തുവാൻ ഓല ആപ്പ് അപ്ഡേറ്റ് ചെയ്യണം. ഗൂഗിൾ മാപ്പ് ഓല സേവനങ്ങളിൽ വിനിയോഗിക്കുന്നതിന് കമ്പനി ചെലവഴിച്ചിരുന്നത് പ്രതിവർഷം 100 കോടി രൂപ. ടാറ്റയോട് മത്സരിക്കാൻ ഹുണ്ടായി. ടാറ്റയുടെ പഞ്ച് ഇവിക്ക് വെല്ലുവിളിയായി ഇൻസ്റ്റർ ഇവി 2026 പുറത്തിറങ്ങും. അടുത്ത വർഷം ആദ്യപാദത്തിൽ ക്രേറ്റ ഇവിയും അവതരിപ്പിക്കും. കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ പുറത്തിറക്കി ടാറ്റയോട് മത്സരിക്കാനാണ് ഹുണ്ടായിയുടെ നീക്കം. ഇന്ത്യൻ സേനയ്ക്ക് കരുത്തേകാനൊരുങ്ങി സൊറാവാർ ചെറു ടാങ്കുകൾ. പ്രതിരോധ ഗവേഷണ ഏജൻസിയായ DRDOയും സ്വകാര്യ സ്ഥാപനമായ L&Tയും ചേർന്ന് വികസിപ്പിച്ച തദ്ദേശീയ ചെറു ടാങ്കായ സൊറാവാറിന്റെ പരീക്ഷണം അവസാന ഘട്ടത്തിലേക്ക്. ലഡാക്കിലെ നിയന്ത്രണ മേഖലയിൽ ചൈനയ്ക്കെതിരെ ഇന്ത്യയുടെ പ്രധാന പ്രതിരോധ ഘടകമായി സൊറാവർ മാറുമെന്നാണ് പ്രതീക്ഷ. കനത്ത മഴയെ തുടർന്ന് നേപ്പാളിൽ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും. കഴിഞ്ഞ 36 മണിക്കൂറിനുള്ളിൽ 11 പേരാണ് മരിച്ചത്. 8 പേരെ കാണാതായി. കോശി നദിയിലെ ജലനിരപ്പ് ഉയരുന്നു. തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. അഗ്നിപർവ്വതമായ
എറ്റ്നയുടെ സ്ഫോടനം തുടരുന്നു. എറ്റ്നയുടെ ബൊറാജിൻ ഗർത്തത്തിൽ നിന്നും തീവ്രമായ സ്ഫോടനം. വിനോദസഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ സജീവ അഗ്നിപർവ്വതമാണ് മൗണ്ട് എറ്റ്ന. അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്താനുള്ള വിവാദ റുവാണ്ട പദ്ധതി റദ്ദാക്കാനൊരുങ്ങി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ. പ്രധാനമന്ത്രിയായതിനു ശേഷമുള്ള സ്റ്റാർമറുടെ ആദ്യ തീരുമാനമാണിത്. റുവാണ്ട പദ്ധതി മരിച്ചതാണെന്നും തുടങ്ങും മുൻപേ ഒടുങ്ങിയതാണെന്നും സ്റ്റാർമർ പറഞ്ഞു. റിയാദിൽ ടാക്സി പെർമിറ്റ് ഇല്ലാതെ യാത്രക്കാരെ കൊണ്ടുപോയ 1100 ഡ്രൈവർമാർ പിടിയിൽ. രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങളിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും ബന്ധപ്പെട്ട വകുപ്പുകളുടെയും സഹകരണത്തോടെ ഗതാഗത അതോറിറ്റി സൂപ്പർവൈസറി സംഘം നടത്തിയ പരിശോധനയിലാണ് ഇത്രയും പേരെ പിടികൂടിയത്. ഇതേ തുടർന്ന് വിമാനത്താവളങ്ങളിലേക്കും തിരിച്ചും യാത്രാ സൗകര്യമൊരുക്കുന്ന അനധികൃത ടാക്സികൾക്കെതിരെ നടപടി ശക്തമാക്കി. AI അധിഷ്ഠിത തേൻ പരിശോധനാ കേന്ദ്രം അബുദാബിയിൽ. സെൻട്രൽ ടെസ്റ്റിംഗ് ലബോറട്ടറിയുടെ ഭാഗമായാണ് പുതിയ പരിശോധനാ കേന്ദ്രം ആരംഭിച്ചത്. ആഗോള ടെക് കമ്പനിയായ M42വിന്റെയും അബുദാബി ക്വാളിറ്റി ആൻഡ് കൺഫോർമിറ്റി കൗൺസിലിന്റെയും നേതൃത്വത്തിലാണ് പരിശോധനാ കേന്ദ്രം നിലവിൽ വന്നത്. തേൻ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുകയാണ് ഇതിന് പിന്നിലെ ലക്ഷ്യമെന്ന് അധികൃതർ. ശ്രീലങ്കയിൽ ഘോഷയാത്രയ്ക്കിടെ ആന ഇടഞ്ഞു. റുഹൂണ് കദരഗാമയിലെ ക്ഷേത്രത്തിൽ നടന്ന ഘോഷയാത്രയ്ക്കിടെയാണ് ആന ഇടഞ്ഞത്. അപകടത്തിൽ 13 പേർക്ക് പരിക്കേറ്റു. കൊല്ലപ്പെട്ട തമിഴ്നാട് BSP അധ്യക്ഷനെ ചെന്നൈയിലെ പാർട്ടി ഓഫീസിൽ സംസ്കരിക്കണമെന്ന ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളി. കൊല്ലപ്പെട്ട K. ആംസ്ട്രോങ്ങിന്റെ ഭാര്യ സമർപ്പിച്ച ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. ജനവാസ കേന്ദ്രത്തിൽ സംസ്കാരം നടത്തരുതെന്ന സർക്കാരിന്റെ നിലപാട് ശരിവെച്ചാണ് ഹൈക്കോടതിയുടെ തീരുമാനം. ടൈറ്റാനിക്, അവതാർ സിനിമകളുടെ നിർമ്മാതാവ് ജോൺ ലാൻറ്റോ അന്തരിച്ചു. 63 വയസ്സായിരുന്നു. സംവിധായകൻ ജെയിംസ് കാമറൂണും ഒന്നിച്ചാണ് ഓസ്കാർ നേടിയ 2 ചിത്രങ്ങളും ലാൻറ്റോ നിർമ്മിച്ചത്. ഓസ്കാറിന് പുറമെ ഗോൾഡൻ ഗ്ലോബ് അടക്കം നിരവധി പുരസ്കാരങ്ങളും ജോൺ ലാൻറ്റോവിന് ലഭിച്ചിട്ടുണ്ട്. കമലഹാസന് പിന്നാലെ രജനീകാന്തിനൊപ്പവും സ്ക്രീൻ പങ്കിടാൻ ഫഹദ് ഫാസിൽ. ജയ് ഭീമിനു ശേഷം TJ ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം വേട്ടയ്യനിലാണ് രജനീകാന്തും ഫഹദ് ഫാസിലും ഒന്നിച്ചഭിനയിക്കുന്നത്. ഇപ്പോൾ ചിത്രത്തിന്റെ ഡബ്ബിംഗ് തുടങ്ങിയ വിവരം അറിയിച്ചിരിക്കുകയാണ് നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസ്. ഫഹദിന്റെ ഡബ്ബിംഗ് ആണ് ആരംഭിച്ചിരിക്കുന്നത്. ചിത്രങ്ങളും അണിയറക്കാർ പുറത്തുവിട്ടു. വിക്രം, മാമന്നൻ തുടങ്ങി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് പിന്നാലെ ഫഹദ് തമിഴിൽ അഭിനയിക്കുന്ന സിനിമയാണ് വേട്ടയ്യൻ. ബോളിവുഡ് താരം ആലിയ ഭട്ട് കേന്ദ്ര കഥാപാത്രമാകുന്ന പുതിയ ചിത്രം ജിഗ്രയുടെ റിലീസ് പ്രഖ്യാപിച്ചു. വസന്ത് ബാല സംവിധാനം ചെയ്യുന്ന ചിത്രം ഒക്ടോബർ 11 തിയേറ്ററുകളിലെത്തും. വേദാഗ് റൈനയും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നു. സഹോദരിക്ക് തന്റെ സഹോദരനോടുള്ള സ്നേഹത്തിന്റെ കഥയാണ് ജിഗ്ര പറയുന്നത്. ആലിയ ഭട്ടിന്റെ നിർമ്മാണ കമ്പനിയായ എറ്റേണൽ സൺഷൈൻ പ്രൊഡക്ഷൻസും കരൺ ജോഹറിന്റെ ധർമ്മ പ്രൊഡക്ഷൻസും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ആസിഫ് അലി വേറിട്ട ഗെറ്റപ്പിലെത്തുന്ന അഡിയോസ് അമീഗോയിലെ ആദ്യ ഗാനം മണ്ണേ നമ്പി പുറത്തിറങ്ങി. സുരാജ് വെഞ്ഞാറമൂടും ഒപ്പം പ്രധാന വേഷത്തിലെത്തുന്ന ഗാനത്തിന് വിനായക് ശശികുമാറിന്റെ വരികൾക്ക് ഗോപി സുന്ദറാണ് സംഗീതം നൽകിയിരിക്കുന്നത്. യുവഗായകൻ ഡബ്സി ആലപിച്ച ഗാനം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. തിരക്കഥാകൃത്ത് SN സ്വാമി ആദ്യമായി സംവിധാനം ചെയ്ത സീക്രട്ടിലെ ആദ്യ ഗാനം റിലീസായി.
ജേക്സ് ബിജോയ് സംഗീത സംവിധാനം നിർവഹിച്ച ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് സന്തോഷ് വർമ്മയാണ്. ജേക്സ് ബിജോയ്, സെബാറ്റോമി, അഖിൽ ജെ ചന്ദ് എന്നിവരാണ് ആലപിച്ചിരിക്കുന്നത്. ലക്ഷ്മി പാർവതി വിഷൻസിന്റെ ബാനറിൽ രാജേന്ദ്ര പ്രസാദ് നിർമ്മിച്ച സീക്രട്ടിന്റെ കഥയും സംവിധാനവും SN സ്വാമിയാണ് നിർവഹിക്കുന്നത്.